പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ സമ്പന്നരാകുന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ധ്യാനിച്ചത്. പൊതുവെ നോക്കുമ്പോൾ നാം എല്ലാവരും ദൈവവചനം മുടങ്ങാതെ വായിക്കാറുണ്ട്. പക്ഷേ വചനം വായിച്ചിട്ട് സാധാരണ നടത്താറുള്ള ഒരു സ്വയം പ്രേരിത പ്രാർത്ഥനയോടെ നാം അവസാനിപ്പിക്കും. വായിച്ച തിരുവചനത്തിലൂടെ കർത്താവ് നമ്മോട് പറയുന്നത് എന്തെന്നോ അതുവഴി തീക്ഷ്ണമായ ആഗ്രഹത്തോടെ നാം കർത്താവിൽ നിന്ന് സ്വീകരിക്കേണ്ട അനുഗ്രഹങ്ങളെയും ദൈവ ചൈതന്യത്തെയും കുറിച്ചോ ചിന്തിച്ച് തൃപ്പാദത്തിലിരുന്ന് ധ്യാനിച്ച് അവ സ്വീകരിക്കാനോ ദൈവ ചൈതന്യത്താൽ നിറയാനോ നാം പൊതുവെ പരിശ്രമിക്കാറില്ല. നല്ല ഒരുക്കത്തോടെ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ച് സമൃദ്ധമായ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ച് ദൈവസന്നിധിയിൽ സമ്പന്നരാകുന്നതിന് സഹായിക്കുന്ന ഒരു തിരുവചന ധ്യാന രീതിയെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നാം ചിന്തിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്നത്. ഒന്നാമതായി, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ കർത്താവെ അരുളി ചെയ്താലും ദാസനിതാ ശ്രവിക്കുന്നു എന്ന പ്രാർത്ഥനയോടെ ശ്രദ്ധാപൂർവം വചനഭാഗം വായിച്ച് അതുവഴി ദൈവത്തെക്കുറിച്ചോ നമ്മെക്കുറിച്ചുള്ള ദൈവ തിരുമനസ്സിനെക്കുറിച്ചോ എന്താണ് ദൈവം നമ്മോട് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി അത് കുറിച്ചു വയ്ക്കണം. രാവിലെ ധ്യാനിക്കുന്നതിന് തലേ ദിവസം തന്നെ ധ്യാന വിഷയം നിശ്ചയിച്ച് ശ്രദ്ധാപൂർവം വചനം വായിച്ചു പഠിച്ച് പ്രധാന ചിന്തകളും വചന സന്ദേശങ്ങളും കുറിച്ചു വയ്ക്കുക. അതിലേറ്റവും ഹൃദയസ്പർശിയായ ഭാഗങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തുകയും ചെയ്യണം. രണ്ടാമതായി, സൗകര്യപൂർവം സമയം എടുത്ത് കർത്താവിനോട് ആലോചിച്ച് പ്രാർത്ഥനാപൂർവം അവയെക്കുറിച്ച് മനനം ചെയ്യുക അഥവാ പരിചിന്തനം ചെയ്യുക. വ്യക്തമായ വചന സന്ദേശം ലഭിക്കുന്നതുവരെ വചന വായനയും വിചിന്തനവും തുടരണം. അപ്പോൾ വചനചിന്തകളുടെ വെളിച്ചത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഹൃദയപൂർവമായ പ്രാർത്ഥനയോ സ്നേഹസല്ലാപമോ വിശ്വാസ സമർപ്പണമോ നന്ദിയുടെയും സ്തുതിയുടെയും പ്രകരണങ്ങളോ ഉയരും. ഹൃദയപൂർവമായ പ്രാർത്ഥനയോടെ ആത്മീയ കുർബാനയും സ്വീകരിച്ചു വേണം കിടന്നുറങ്ങാൻ. രാവിലെ ഉണർന്നാലുടൻ ധ്യാന ചിന്തകൾ കൊണ്ട് മനസ്സിനെ ഉണർത്തണം. ഭക്ത സ്ത്രീകൾ സുഗന്ധദ്രവ്യങ്ങളുമൊരുക്കി അതിരാവിലെ കർത്താവിൻ്റെ ഖബറിലേക്ക് പോയതുപോലെ ഈ ധ്യാന ചിന്തകളോടെ നാം ധ്യാന സ്ഥലത്തേക്ക് പോകണം. എൻ്റെ കർത്താവ് എന്നെ കാത്തിരിക്കുന്നു എന്ന ബോധ്യത്തോടെ സ്നേഹപൂർവം തിരുസന്നിധിയിലേക്ക് പോവുക. തിരുസന്നിധിയിലേക്ക് അഥവാ ധ്യാന സ്ഥലത്തേക്ക് പോവുക. ധ്യാനം ആരംഭിക്കുകയാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായം അപേക്ഷിച്ചുകൊണ്ട് മനസ്സിനെയും ചിന്തകളെയും ഏകാഗ്രമാക്കി ഭക്തിപൂർവം തൃപ്പാദത്തിലിരുന്ന് തലേ ദിവസം ഒരുക്കി വെച്ച ധ്യാന ചിന്തകളും വചന സന്ദേശങ്ങളും മനസ്സിലേക്ക് കൊണ്ടുവന്ന് കർത്താവിനോട് ആലോചിച്ച് വീണ്ടും വിചിന്തനം ചെയ്യുക. ദൈവദൂതൻ്റെ വാക്കുകളുടെ അർത്ഥമെന്തെന്ന് പരിശുദ്ധ അമ്മ ചിന്തിച്ചതുപോലെ ലൂക്ക 1:29. വചനത്തിൻ്റെ പൊരുളറിയാനും വചനത്തിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ തിരുമനസ്സറിയാനും കർത്താവിനോട് ആലോചിച്ച് പ്രാർത്ഥനാപൂർവം പരിചിന്തനം ചെയ്യുക. ഇപ്രകാരമുള്ള നിരന്തര വചന വിചിന്തനം ഹൃദയപൂർവമായ പ്രാർത്ഥന കർത്താവുമായുള്ള സ്നേഹസല്ലാപത്തിലേക്കും വിശ്വാസ സമർപ്പണത്തിലേക്കും നമ്മെ നയിക്കും. ശരിയായ വചന വിചിന്തനവും ഹൃദയപൂർവമായ പ്രാർത്ഥനയും നമ്മെ വിശുദ്ധീകരിച്ച് ഹൃദയത്തിൽ ദൈവസ്നേഹമുണർത്തും. അപ്പോൾ കർത്താവുമായുള്ള സ്നേഹ സല്ലാപത്തിലേക്കും നന്ദിയുടെയും സ്തുതിയുടെയും അനുതാപത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അപേക്ഷയുടേതുമായ പ്രകരണങ്ങളിലേക്കും നിമിഷ പ്രാർത്ഥനകളിലേക്കും പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും.
ഈ ചിന്തകളോടും പ്രാർത്ഥനയോടും കൂടെ മൗനമായി തൃപ്പാദത്തിലിരുന്ന് ഹൃദയത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും സംസർഗവുമെല്ലാം അനുഭവിച്ച് ദൈവചൈതന്യവും ശക്തിയും പ്രാപിക്കുക. ഇപ്രകാരം തൃപ്പാദത്തിലിരുന്ന് ധ്യാനിച്ച് അനുഗ്രഹം പ്രാപിക്കുക. അതിനുശേഷം നാലാമതായി ധ്യാന നിശ്ചയവും ധ്യാന സ്മരണയും ധ്യാന സമാപനവുമാണ്. ധ്യാനം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ധ്യാന അനുഭവവും ദൈവം നൽകിയ ഉൾവെളിച്ചവും പ്രചോദനവും അനുസരിച്ച് പ്രത്യേകമായ ധ്യാന നിശ്ചയമെടുക്കണം. ധ്യാന നിശ്ചയം നമ്മുടെ ബലഹീനതകളെ അകറ്റുന്നതിനും തിന്മയെ ജയിക്കുന്നതിനും പുണ്യങ്ങളിലും ദൈവാനുഭവത്തിലും വളരുന്നതിനും സഹായിക്കുന്നവയായിരിക്കണം. അത് പ്രായോഗികമാക്കുവാനുള്ള കൃപ യാചിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് ധ്യാന സ്മരണയ്ക്കായി 1-2 വചന സന്ദേശങ്ങളോ വചനഭാഗങ്ങളോ മനസ്സിൽ കുറിച്ചിട്ട് വേണം ധ്യാനം അവസാനിപ്പിക്കാൻ. അവസാനമായി ധ്യാനം പ്രായോഗികമാക്കലും വിലയിരുത്തലും. ധ്യാനം ജീവിതത്തിൽ അന്നു തന്നെ പ്രായോഗികമാക്കാനും ധ്യാന നിശ്ചയം പാലിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനായി ദിവസത്തിൽ പല പ്രാവശ്യം ഇടയ്ക്കിടെ ധ്യാന ചിന്തകളും ധ്യാന നിശ്ചയവും ധ്യാന സ്മരണയും ഓർമ്മയിൽ കൊണ്ടുവന്ന് ധ്യാനിക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് ഇവയെക്കുറിച്ച് ആത്മശോധന ചെയ്ത് വിലയിരുത്തുകയും വേണം. ധ്യാനം പ്രായോഗികമാക്കാൻ സാധിച്ചെങ്കിൽ ദൈവത്തിന് നന്ദി പറയുക. വന്നുപോയ വീഴ്ചകൾക്ക് മാപ്പപേക്ഷിച്ചുകൊണ്ട് അടുത്ത ദിവസത്തെ ധ്യാനം കൂടുതൽ മെച്ചപ്പെടുത്താനായി ആഗ്രഹിച്ച് നല്ല ഒരുക്കത്തോടും ദൈവാശ്രയത്തോടും കൂടെ ആത്മീയ കുർബാനയും സ്വീകരിച്ച് കിടന്നുറങ്ങുക. നാം അടുത്ത ദിവസങ്ങളിൽ ചിന്താവിഷയമാക്കുന്ന തിരുവചന ഭാഗങ്ങളും ഇതനുസരിച്ച് ധ്യാനിക്കാൻ ശ്രമിക്കുക. വലിയ നോമ്പ് ആരംഭിക്കുന്നതുവരെയുള്ള ദിവസങ്ങളിൽ നാം ചിന്താവിഷയമാക്കുന്ന പ്രധാന തിരുവചന ഭാഗങ്ങൾ ഇപ്രകാരം ധ്യാനിച്ച് ധ്യാനം പരിശീലിച്ച ശേഷം വലിയ നോമ്പ് കാലത്തെ തിരുവചന ഭാഗങ്ങൾ ഇതുപോലെ ധ്യാനിക്കുക. അതുവഴി സർവശക്തൻ അവിടുത്തെ അനന്തമായ കൃപയും അനുഗ്രഹങ്ങളും കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ. അനേകരുമായി പങ്കുവച്ച് ഈ അനുഭവത്തിലേക്ക് അവരെയും കൈപിടിച്ച് നയിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.